കാസർഗോഡ് പുഴയിൽ വീണ വിദ്യാർത്ഥിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് റെയിൽവേ ഗേറ്റിൽ തടഞ്ഞു. വന്ദേ ഭാരതിനു വേണ്ടി തൃക്കരിപ്പൂർ വെള്ളാപ്പ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതോടെ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ വൈകി. പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ കുട്ടിയെ റെയിൽവേ ഗേറ്റ് കടത്തിയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപകടം തൃക്കരിപ്പൂർ റെയിൽവേ ഗേറ്റിന് സമീപത്തുണ്ടാവുന്നത്. പുഴയിൽ വീണ് മുങ്ങിത്താണ് EMP മുഹമ്മദ് എന്ന 13-കാരനെയും കൊണ്ട് ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് ഈ റെയിൽവേ ഗേറ്റിനടുത്തേക്ക് പാഞ്ഞെത്തി. ആ സമയത്ത് വന്ദേ ഭാരതിന് വേണ്ടി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തൃക്കരിപ്പൂരിലെ ഒരു പ്രാദേശിക ക്യാമറാമാനാണ് ആ കുട്ടിയെയും കൊണ്ട് റെയിൽവേ ഗേറ്റ് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുന്നത്. ആ സമയമാകുമ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അഭാവം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും കടുത്ത തടസ്സം സൃഷ്ടിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടത്. അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിന് തടസ്സമില്ലാതെ മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ EMP മുഹമ്മദിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഏകദേശം ഒരു 4 മിനിറ്റ് നമുക്കിവിടെ വേസ്റ്റായി പോയി. ആ സമയം ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ തൃക്കരിപ്പൂർ ലൈഫ് കെയർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമായിരുന്നു. പക്ഷെ ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് വന്നു. പക്ഷേ കുട്ടിയെ ജീവനോടെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം മാത്രം. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ബീരിച്ചേരി, വെള്ളാപ്പ്, ഒളവറ ഒളിയം ഗേറ്റ്, രാമവില്യം ഗേറ്റ് തുടങ്ങി 4 ഇടങ്ങളിലാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അഭാവമുള്ളത്. റെയിൽവേക്ക് അപേക്ഷ നൽകിയിട്ടും മേൽപ്പാലത്തിന് നിർമ്മാണം വൈകുന്നത് പ്രതിസന്ധിയാണെന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. തൃക്കരിപ്പൂരിൻ്റെ ഹൃദയഭാഗത്തുകൂടി, അതായത് തൃക്കരിപ്പൂർ നെടുകേൾ പിളർത്തിക്കൊണ്ടാണ് റെയിൽ കടന്നു പോകുന്നത്. ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാനാവില്ല. ഇനി ഏതായാലും ഇത് നിശ്ചിത തീയതിക്കകം നമുക്ക് അത് യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ വലിയ ജനരക്ഷത്തോടെ, ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ 2ആയി കീറിമുറിച്ചാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. തീരദേശ മേഖലയിലേക്കും പയ്യന്നൂർ ഭാഗത്തേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ റെയിൽവേ മേൽപ്പാലം അനിവാര്യമാണെന്ന് യാത്രക്കാരും ചൂണ്ടിക്കാട്ടുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.